CCL തുടങ്ങി ബ്രോ ഇല്ലാതെ ഒരു CCL ടീം വരുന്നു, ബ്രോ അറിയുന്നില്ല. ശരിക്കും എന്താണ്? പല 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 സൈഡിൽ നിന്നും പല ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ ഒരു പറഞ്ഞിരുന്നു അതിൽ കൂടുതൽ അതാണ് ആക്ച്വലി എല്ലാം. നമ്മൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ചെറിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഒരു ആക്ടറിന്, ഒരു സാധാരണ ആക്ടറിനുള്ളതിനെക്കാട്ടി ഒരു പക്ഷേ 10-11 ഫോളോവേഴ്സ് എനിക്കുള്ളൂ. ഞാൻ വളരെ മോശമാണ് സോഷ്യൽ മീഡിയയിൽ. ഇവഞ്ച്വലി എൻ്റെ ബർത്ത്ഡേക്ക് വരുന്നതിനെക്കാട്ടി ഒരു 5-6 ഇരട്ടി ഹേറ്റ് മെസ്സേജസ് അതിൽ വന്നുകൊണ്ടിരിക്കുക. ഹേറ്റ് മെസ്സേജസ് ബിക്കോസ് ഐ ചീറ്റഡ് കേരള വെൻ ടു മുംബൈ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തന്നെ. ചിലർക്ക് പറയും ഞങ്ങൾ ചെറുപ്പം കൗമാരം യൗവനവും ഒക്കെ നിങ്ങളൊക്കെ കേരള സ്ട്രൈക്കേഴ്സിൽ കളിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ പോകാൻ പറ്റിയെന്നൊക്കെ. എല്ലാവർക്കും കൂടെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്താണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രേ ഉള്ളൂ. നമ്മളെ സ്ക്വാഡിൽ ഇല്ലായിരുന്നു. അതിന് അവരുടെ ന്യായീകരണങ്ങൾ കാണാം. ഐ ഡോണ്ട് നോ. ചിലപ്പം എൻ്റെ മിസ്റ്റേക്കുകൾ വന്നു എന്ന് എനിക്കറിയില്ല. ഇവൻ ഉണ്ടെങ്കിൽ തന്നെ അതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ റെക്ടിഫൈ ചെയ്തേനെ. എനിക്കറിയില്ല ഇത് ആരുടെ തീരുമാനമാണ്. ബട്ട് ഐ റെസ്പെക്ട് ദം. കഴിഞ്ഞ 2012 മുതൽ 2024 വരെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കൂടെ 25 കേരള സ്ട്രൈക്കേഴ്സ് കളിച്ചില്ല. 2025 കേരള സ്ട്രൈക്കേഴ്സ് കളിച്ചില്ല എന്നുള്ള സമയത്താണ് എനിക്ക് മുംബൈക്ക് കളിക്കാൻ വേണ്ടി അവർ NOC തന്ന്. പ്രൊവൈഡഡ് ഐ വിൽ കം ബാക്ക് ടു കേരള സ്ട്രൈക്കേഴ്സ് കളിക്കുമ്പോൾ. ബട്ട് അത്രയും നാൾ എന്നെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രാഞ്ചൈസിയാണ് മാനേജ്മെൻറ്റ്. ബട്ട് ഇവഞ്ച്വലി റീസൺ അറിയാതെ ഞാൻ എന്ത് പറയാനാണ്? ചിലർ പറയുന്നു ഞാൻ പ്രാക്ടീസിന് പോയിട്ടില്ല, ടീമിലെടുത്തില്ല, ഇങ്ങനെ പ്രാക്ടീസിന് പോകും. പ്രാക്ടീസിന് പോയില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പല സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ അവരുടെ പ്രസ് മീറ്റിലും 1-2 സ്ഥലങ്ങളിൽ സ്ട്രെസ് ചെയ്ത് ടീമിലുള്ള എല്ലാവരും പ്രാക്ടീസിനും വന്നിരുന്നു എന്നുള്ള രീതിയിൽ 1-2 രീതി സ്ട്രെസ് ചെയ്ത് ഇപ്പം ഉണ്ണിയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും ഒക്കെ ആ വേർഡ്സ് വന്നിട്ടുണ്ട്. അപ്പം പലരും പറഞ്ഞു രാജീവ് പിള്ള പ്രാക്ടീസിന് പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കും എടുക്കാത്ത. അങ്ങനെ ഒരു ഉണ്ണി പറഞ്ഞ സത്യമാണ്. കാരണം ടീമിലുള്ളവർ ആണ് പ്രാക്ടീസിന് വന്നിരിക്കുന്നത്. അതിൽ ഇങ്ങനൊരു വർഷം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ണി പറഞ്ഞ സത്യമാണ്. ടീമിലുള്ളവർ അയക്ക് പ്രാക്ടീസിന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ദാറ്റ് യെസ് ഡൺ. ഇതിൻ്റെ ഒരു ഇപ്പം നമ്മൾ വെറുതെ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ CCL നോക്കുമ്പോൾ ഫോർമർ പ്ലെയർ രാജീവ് പിള്ള എന്നിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ അല്ലാണ്ട് തോന്നി. കാരണം ഇപ്പം അല്ലാതെ ഇപ്പം ലാലേട്ടനൊക്കെ ഫോർമർ പ്ലെയർ നേട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് പ്രൈം ഫോക്കസ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിലുള്ള ഒരു നമുക്കറിയാമല്ലോ, അദ്ദേഹം അതിലുള്ള ഒരു വ്യക്തിയല്ല. പക്ഷേ ഇത്രയും മനോഹരമായി കളിക്കുന്ന ഒരാളെ ഫോർമർ പ്ലെയർ എന്ന് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീല് തോന്നി. അത് നോക്കിയായിരുന്നോ? ഇല്ല, ഞാനത് നോക്കിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര വീക്കാണ് സോഷ്യൽ മീഡിയ. ബട്ട് സ്റ്റിൽ ഫോമർ കേരള സ്ട്രൈക്കേഴ്സ് പ്ലെയർ ആണെങ്കിൽ ഓക്കെ. ബട്ട് ഇവഞ്ച്വലി ഞാൻ ഇപ്പോഴും മുംബൈ സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഫോമർ CCL പ്ലെയർ ആയിട്ടില്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് CCL അല്ലല്ലോ, നമ്മൾ ഷൂട്ടിനിടയിൽ വന്ന് ചെയ്യുന്നതേ ഉള്ളൂ. വി ആർ നോട്ട് പ്ലേയേഴ്സ്. ഈ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്ത് റീസൺസ് കൊണ്ടാണല്ലോ. ഇപ്പം 22ഓളം പേരടങ്ങുന്ന ഒരു സ്ക്വാഡാണ് ഒരു ടീം. എൻ്റെ ഒരു അറിവ് ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് ശരിയാണ്. 22 പേരാണ് അതിൻ്റെ അകത്ത് അടങ്ങുന്നത്. അതിൽ 11 പേര് കളിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാവാം. ഈ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, ആരോടെങ്കിലുമൊക്കെ ചോദിക്കുമോ? ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും വരികയോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വിളിച്ചവരുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് അറിഞ്ഞിട്ട് വിളിച്ചവരുണ്ട്. മണിക്കുട്ടൻ വിളിച്ചു, അർജുൻ, സിദ്ധാർത്ഥ് മേനൻ. They were kind enough to give me a call and they realized the fact that I'm not there. അപ്പോൾ അവർ ഇല്ലാത്തതിൽ വിഷമമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇത്രയും പേര് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് ഒരു പക്ഷേ ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നിരിക്കുക. അതുകൊണ്ട് ജെനുവിൻലി ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇവർ വിളിച്ചിട്ട് തന്നെ. ഓക്കെ. എനിക്ക് തോന്നുന്നു അർജുനാണോ പ്രസ് മീറ്റിൽ ഇപ്പം രാജീവ് പിള്ള വേഴ്സസ് ബാക്കിയുള്ള ടീം എന്ന് പറയുന്ന സമയത്ത് അല്ല, രാജീവ് പിള്ള മാത്രമല്ല ക്രിക്കറ്റിനെ വിജയിപ്പിക്കുന്നത്, ബാക്കിയുള്ള മദൻ മോഹൻ ആണെന്നുണ്ടെങ്കിൽ വിവേക് ഗോപൻ ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വിജയിപ്പിച്ചിരുന്നു. രാജീവ് പിള്ള ഒറ്റയ്ക്കല്ല ഒരു ടീമിനെ കൊണ്ടുപോയത് ശക്തിയുക്തം എതിർത്ത, എനിക്ക് അർജുനാണോ എന്ന് ഞാൻ വിട്ടുപോയി, പേര് പറഞ്ഞത് അദ്ദേഹം ആണെന്ന് തോന്നുന്നു. ആയിരിക്കാം. അയാൾ പറയുന്നത് സത്യമാണ്. ഇറ്റ്സ് എ ടീം എഫേർട്ട് ആണല്ലോ. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വേഴ്സസ് ഒന്നും അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. ടീം എഫേർട്ടാണ്. 11 പേരുടെ ടീമാണ്. അതിലൊരാൾ ഒരു പക്ഷേ മൊമെൻ്റ് ഓഫ് ബ്രില്യൻസ് മതി ഒരു കളി ജയിപ്പിക്കാൻ. അങ്ങനെ ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എപ്പോഴും ഓർക്കുന്നുള്ളൂ, മറ്റേ 2014 സന്തോഷ് ലീബ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ലാസ്റ്റ് ബോൾ 4 അടിച്ച് കളി ജയിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ കുറച്ച് ഒരു ക്യാച്ചസ് ആയിരിക്കും. ഇതെല്ലാം ഒരു ടീം എഫേർട്ടാണ്, ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല ക്രിക്കറ്റ്.
ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓരോ ടീമിൽ നിന്ന് വിളികളൊന്നും വരുന്നില്ല. സെപ്റ്റംബറിലൊക്കെയാണ്, ആ സമയത്താണ് 2025 സെപ്റ്റംബർ സമയത്തൊക്കെയാണ് പല മെയിലുകൾ വായിച്ചിട്ടും റെസ്പോൺസ് വരുന്നില്ല. പക്ഷേ NOC ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് NOC അയച്ചായിരുന്നു. അപ്പം ഒരു സിനിമയിൽ ഇത്രയും സെലിബ്രിറ്റി സ്റ്റാർട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, പല ഭാഷകളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി, മലയാളി, കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഇത്രയും വർഷം ടീമിൽ വളരെ ശക്തിയാർജ്ജം കളിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ മറുപടികൾ തരാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? ബ്രദർ, എനിക്ക് ഒരാളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പം അവരിൽ തന്നെ ചിലർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും അവനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതൊരു ഗ്രൂപ്പായിരിക്കും. ചിലപ്പോൾ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് പിന്നീടായിരിക്കും മനസ്സിലായത് ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഗോഡ് ഇറ്റ്. ഒരാളുടെ തീരുമാനമല്ലല്ലോ ഇത്. കുറേ പേര് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അവനോട് കൺവേ ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ കൺവേ ചെയ്യാൻ പറഞ്ഞ വ്യക്തി പറയാതെ ആയിരിക്കാം. എൻഡ് ഓഫ് ദ ഡേ എന്നോട് കൺവേഡ് ആയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് നടന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മനോരമയിലാണ് ഫസ്റ്റ് ഇതിന്റെ ഒരു ബൈറ്റ് വരുന്നത്. അതിനുശേഷം മാനേജ്മെന്റിൽ നിന്ന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഒന്നും വന്നിട്ടില്ല? ഉണ്ണിയുടെ ഭാഗത്തുനിന്നോ? ഇല്ല. അതിനുശേഷം മൈ ലൈഫ് വെന്റ് ഓൺ. ഐ വെന്റ് ഫോർ ഷൂട്ടിങ്. ഇത് തന്നെ ആക്ച്വലി എന്താ പറയുക, ആ ഇൻ്റർവ്യൂ വരുമ്പോൾ തന്നെ മുംബൈ ഇസ് 99.9% ഔട്ട് ഓഫ് CCL. മനസ്സിലായി. അപ്പോഴാ ഇൻ്റർവ്യൂ വന്നതേ ഉള്ളൂ. അങ്ങനെയാണ്. അതെ. കാരണം അവരുടെ ഭാഗത്ത് വേറെ ഒന്നും ഇല്ല. CCLന്റെ ആ ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻ്റർവ്യൂ വന്നത്. റാൻഡമായിട്ട് ചോദിക്കുകയാണ്, ഒഴിവാക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? ഇപ്പം ഞാനത് എൻ്റെ ചോദിക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 6 വർഷത്തിൽ ഒരു സിനിമയാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഇപ്പം ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ, ആക്ടിംഗ് വൈസ് ആണെന്നുണ്ടെങ്കിൽ 2015 വർഷത്തോളം 2011 സിറ്റി ഓഫ് ഗോഡ് തൊട്ട് ഇന്നും സർവൈവ് ചെയ്യാണ്. എത്രയോ ആളുകൾ വന്ന് പോയി മിന്നി പറഞ്ഞ നമ്മൾ മറന്ന പേരുകളും മുഖങ്ങളും ഉണ്ട്. ഇന്നും രാജീവ് പിള്ള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അത് ക്രിക്കറ്റിലും അറിയാം, അഭിനയത്തിലും അറിയാം. പക്ഷെ എന്നാലും താങ്കൾ മലയാളത്തിൽ ഒരേ ഒരു സിനിമ കഴിഞ്ഞ 6 വർഷത്തിനോട് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ വന്ന് പോയതേ ഉള്ളൂ. അത് നമുക്ക് വിട്ടേക്കാം. എന്തുകൊണ്ടായിരിക്കും ഒരു സെൽഫ് എന്തായിരിക്കും സംഭവിക്കുന്നത്? കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. ഒന്ന്, ഞാനിവിടെ ഉണ്ടോയെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കാം. 2, എനിക്ക് തോന്നുന്നൊരു മലയാളത്തിലെ ഒരു 90% ഡയറക്ടേഴ്സും വിചാരിച്ചിരിക്കുന്ന ഞാൻ ക്രിക്കറ്റ് കളിച്ച സിനിമയിൽ വന്നാണെന്ന്. ബട്ട് ഇവൻച്വലി ലിജോ സാറിൻ്റെ സിറ്റി ഓഫ് ഗോഡ് ഞാൻ കൊടുത്ത എൻ്റെ ഓഡീഷൻ 30 സെക്കൻഡ് ഓഡീഷനാണ്. നടന്ന് കൊടുത്തിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. പക്ഷേ അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്ന പോലുമില്ല. ഞാൻ റോഷൻ ആൻഡ്രൂസിനെ കഴിഞ്ഞ ദിവസം ബോംബെയിൽ വെച്ചിട്ടുണ്ട്. ഹി വാസ് ഡൂയിങ് ഹിസ് ഹിന്ദി മൂവി. ഓക്കെ. അപ്പോൾ ഞാൻ ബോംബെയിൽ ഷൂട്ട് കിടക്കുകയാണ് എൻ്റെ. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പോകുന്നുണ്ട്. പുള്ളിക്കാരൻ എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം കളിയില്ല എന്ന് ചോദിക്കുന്നത്. ഇവൻച്വലി എനിക്ക് പുള്ളിക്കാരനോട് പറഞ്ഞു കൊടുക്കുന്നത്, സാർ ഞാനൊരു പ്ലെയർ അല്ല. എവ്രി വൺ തിങ്സ് ദാറ്റ് ഐ ആം എ പ്ലെയർ. ഐ വാണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഐ എം ഡൂയിങ് മൈ 50 സെക്കൻഡ് മൂവി നൗ. ഐ ഹാവ് ഡൺ 6 ലാംഗ്വേജസ് ഞാൻ മൂവീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ അതൊന്നും ആർക്കും അറിയില്ല. പിന്നെ അതാണ് മെയിൻ ഫാക്ടർ. ആൻഡ് സെക്കൻഡ് തിങ് ഇസ്, എന്നെ ഇവിടുന്ന് വിളിക്കുന്ന സാധനങ്ങൾ പ്രോപ്പർലി എന്നെ ഒബ്ജക്റ്റിഫൈ ചെയ്യാനുള്ള സാധനമാണ്. ഗോഡ്. എനിക്കൊരു എന്താ പറയുക, ഒരു ആക്ടർ എന്ന നിലയിൽ സംതിങ് ഐ ഹാവ് ടു പെർഫോം എന്നുള്ള സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സാധനം കിട്ടുന്നില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് മാനസികമായി സംതൃപ്തിയും കിട്ടുന്നില്ല. ഇനി അതില്ലെങ്കിൽ ഐ ഹാവ് എ തിയേറ്റർ ഗ്രൂപ്പ്. ഞങ്ങൾ ഇന്ത്യയിൽ പലയിടത്ത് ചെയ്യാറുണ്ട്. ചെറിയ ഗ്രൂപ്പാണ്. ബട്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട്. ബട്ട് ഗോഡ് ഹാസ് ബീൻ കൈൻഡ് ദാറ്റ് ഒരു എന്താ പറയുക, തിരുവല്ലയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് നന്നൂര് അവിടുന്ന് വന്നിട്ട് ഐ ഹാവ് മൾട്ടിപ്പിൾ മൂവീസ് എവറി പോയിന്റ് ഓഫ് ടൈം. ഇപ്പോഴും എൻ്റെ 2 മൂവി ഒരു സീരീസും നടക്കുന്നുണ്ട്. ചെറുതോ വലുതോ, വലിയ പടമോ ചെറിയ പടമോ, ഇറങ്ങുന്നോ ഇറങ്ങാത്തോ എന്തോ ആയിക്കോട്ടെ, നടക്കുന്നുണ്ട്. ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. ഐ ഫീൽ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്.